Okay. So the first module of the data communication mainly deals with the transmission of information. അപ്പോൾ അതിൽ നമുക്ക് ഓരോ മെത്തേഡ്സുകളുണ്ട്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ, സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് എന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ സിഗ്നൽസിൻ്റെ നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ വയർലെസ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ വിൽ ബി യൂസിങ് സിഗ്നൽസ്. എല്ലാവർക്കും അറിയാമല്ലോ, വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് സിഗ്നൽസ് വഴിയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിഗ്നൽസിന് ഹൗ വി ക്യാൻ റെപ്രസെന്റ് എ സിഗ്നൽ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സിഗ്നൽസ്, ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ സിഗ്നൽ. അതിനകത്ത് ഒരുപാട് ടേംസുകളുണ്ട്. നമുക്ക് സിഗ്നൽസിനെ ബന്ധപ്പെടുത്തി ഒരുപാട് ടേംസ് ഉണ്ട്. ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത്, ബാൻഡ് വിഡ്ത്ത്, അപ്പോൾ അതൊക്കെ പഠിക്കണം. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഒരു ആനലോഗ് സിഗ്നൽ, വാട്ട് ഈസ് ആൻ ആനലോഗ് സിഗ്നൽ, വാട്ട് ഈസ് എ ഡിജിറ്റൽ സിഗ്നൽ, ഹൗ ടു കൺവേർട്ട് ആൻ ആനലോഗ് ടു ഡിജിറ്റൽ. ഓക്കെ. ദെൻ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് കൻ ഹാപ്പൻ ഇൻ എ സിഗ്നൽ. അതായത് അറ്റന്യൂവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നലിന്റെ ലോസ് ഉണ്ടാവുന്നത്, ഓക്കെ, അതിൽ നോയ്സ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പൊ അതിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള നമുക്ക് ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ബേസ്ഡ് ഓൺ സർട്ടൺ അൽഗോറിതംസ്. അതാണ് നൈക്വിസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് ഷാനോൺ കപ്പാസിറ്റി ഫോർമുല എന്നൊക്കെ പറഞ്ഞുള്ളത്. സോ ദാറ്റ് ഈസ് മൊഡ്യൂൾ 1. Okay, how a data is transmission, data transmission is happening in which all way, how the signal is being transmitted, what all way എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ടേംസ്, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇനി നമ്മൾ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. ഈ സിഗ്നല് how we can transmit it through a medium. Okay, that medium is actually discussed in module 2. module 2-ലാണ് നമ്മൾ ഏതൊക്കെ ട്രാൻസ്മിഷൻ മീഡിയ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കേബിൾസ്, നമ്മളെ കേബിളിന്റെ കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് കേബിൾസ് എന്നുള്ളത് നിങ്ങൾക്ക് കുറേയൊക്കെ അറിയായിരിക്കും. നിങ്ങളുടെ കോആക്സിയൽ കേബിള്, അല്ലെ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ കേബിള് എങ്ങനെയാണുള്ളത്, അതിന്റെ കേബിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. സാറ്റലൈറ്റ് ആണ്, വയർലെസ് ആണെങ്കിൽ ഹൗ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ആന്റിനാസ് ഉണ്ട്. അപ്പൊ ആന്റിനേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഓക്കെ, അതിൽ എങ്ങനെയൊക്കെ സിഗ്നൽ അറ്റ്മിഷൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ്ഡ് ഇൻ മൊഡ്യൂൾ 2. ഇൻ മൊഡ്യൂൾ 3 we are discussing about the signal encoding techniques and signal decoding techniques. Okay, encoding decoding എന്നൊക്കെ പറഞ്ഞൊന്നുമല്ല, നമുക്ക് ഒരു സിഗ്നലിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡിജിറ്റൽ സിഗ്നലിനെ നമുക്ക് ആനലോഗ് ആക്കി മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ആനലോഗ് സിഗ്നലിനെ നമുക്ക് ഡിജിറ്റൽ ആക്കി മാറ്റേണ്ടി വരും. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു മോഡത്തിൽ നിങ്ങൾക്ക് മോഡം എന്ന് പറയുന്ന ഡിവൈസ് നിങ്ങൾക്ക് അറിയാം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്ന് പറയും, അല്ലെ. അപ്പൊ മോഡത്തിലേക്ക് വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആനലോഗ് സിഗ്നൽ. ആ ആനലോഗ് സിഗ്നലിനെ നമ്മൾ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യും. ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് വി ആർ ഗിവിംഗ് ഇറ്റ് ടു ദ കമ്പ്യൂട്ടർ. So computer, what it does, it processes the information and it retransmit the information in digital form, and that digital data is again converted to analog by this modem. Okay. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് വരുന്നത് ഡിജിറ്റൽ, ആനലോഗ് ആക്കി വരുന്നത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നത്. കമ്പ്യൂട്ടറിൽ തിരിച്ചു പോകുന്നതും എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ ഫോമിലുള്ളത് ആനലോഗ് ആക്കി മാറ്റിയിട്ടാണ് ഇതിലേക്ക് മോഡം വഴി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള എൻകോഡിംഗ് ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസിങ് ഇൻ ദ തേർഡ് മൊഡ്യൂൾ. ഇൻ ദ ഫോർത്ത് മൊഡ്യൂൾ വി ആർ ഡിസ്കസിങ് ഓൺ ദ മൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്ലെക്സിങ് എനിക്ക് നിങ്ങൾക്ക് അറിയാം, അല്ലെ, ഡിജിറ്റലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മൾട്ടിപ്ലെക്സിങ് ടെക്നിക്സ്. അപ്പൊ നമുക്ക് ഒരു 5 സിഗ്നൽസ് ഉണ്ട്. ആ 5 സിഗ്നൽസിനെ വി ഹാവ് ടു ട്രാൻസ്മിറ്റ് ഇറ്റ് ഇൻ എ സിംഗിൾ മീഡിയം. അപ്പൊ അതെന്ത് ചെയ്യും, നമുക്കിപ്പോ നമ്മുടെ വേവ്സ്, നമ്മൾ ട്രിവാൻഡ്രം ഏരിയയിൽ വി ആർ ഹാവിങ് 5 ഡിഫറെന്റ് റേഡിയോ സ്റ്റേഷൻസ്. ഓക്കെ. റെഡ് FM, ബിഗ് FM എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. വൈ ദോസ് സിഗ്നൽസ് ആർ നോട്ട് കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ? അതെന്തുകൊണ്ട് കൊളൈഡ് ചെയ്യുന്നില്ല? ആ ഓരോ സിഗ്നലും പല ഫ്രീക്വൻസിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലേ.
92.7, he's on frequency. Another frequency is 93.5. Another frequency is 98.7. Okay, അങ്ങനെ ഓരോരോ ഫ്രീക്വൻസിയിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അത് കൊളിഷൻ വരുന്നില്ല. അതാണ് ഈ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പല പല സിഗ്നൽസ് ഒരേ മീഡിയത്തിൽ കൂടെ നമുക്ക് എങ്ങനെ ഒരു കൊളിഷൻ ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈസ് ഡിസ്കസിങ് ഇൻ ദ മൾട്ടിപ്ലെക്സിംഗ്. അപ്പൊ ആ ടെക്നിക്സുകളാണ് മൊഡ്യൂൾ 4 വരുന്നത്. ഓക്കെ, ഇൻ മൊഡ്യൂൾ 5 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതൊന്നുമല്ല, ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും there can be chances of errors occurring in the signal. So how we can detect those errors? We are detecting those errors, how we can correct it. അതിനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 5 പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ, മനസ്സിലായില്ലേ? അപ്പം ആ കറക്ഷൻ മെക്കാനിസം, എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ മെക്കാനിസംസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. നമ്മൾ കുറച്ച് ഇതിലൊരു CRC എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ എനിക്ക് തോന്നുന്നു S3 പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിലൊക്കെ നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ചില എറർ മെക്കാനിസംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് മൊഡ്യൂൾ ഈസ് ഈ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്സ് എന്ന് പറയും. അതായത് നമ്മളൊരു സിഗ്നലിനെ നമ്മൾ ബാൻഡ് വിഡ്ത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ പല സ്ഥലത്തോട്ട് നമ്മൾ അത് അയക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് സ്പീഡും ഇതിന്റെ ഡാറ്റ റേറ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വിൽ ബി ഇൻക്രീസിങ് ദ ബാൻഡ് വിഡ്ത്ത്. ഇപ്പൊ ബാൻഡ് വിഡ്ത്തിനകത്ത് നമുക്ക് ഒരുപാട് ഫ്രീക്വൻസീസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ എങ്ങനെ ഒരു സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് കൂട്ടാം, ഓക്കെ, എങ്ങനെ ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കാം, അങ്ങനെയുള്ള ടെക്നിക്സുകളൊക്കെയാണ് നമുക്ക് 6th മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക് ആൻഡ് സ്വിച്ചിങ് ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇത്തവണ പഠിക്കാനുള്ളത്. ഈസിയാണ്, വളരെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, കോൺസെപ്റ്റുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് ഗുണമുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഫർദർ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ ഈ കോൺസെപ്റ്റുകളെല്ലാം വിൽ ബി റിപ്പീറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചാൽ മാത്രമേ യു ക്യാൻ സ്റ്റഡി ദ പേപ്പർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ? നിങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുക. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ആണെങ്കിൽ പറയുക. Clear all of you? Can you hear? Yes, sir. Yes, sir. Yes, sir. Okay, so this is the summary of our syllabus. ഈ textbook, these are our textbooks. ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല, നമുക്ക് 4 ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും. 4 ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ടോപ്പിക്സ് സ്കാറ്റേർഡ് ആണ്. ഓക്കെ, ഈ 4 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫറൻസ് നമുക്ക് എടുക്കേണ്ടി വരും. നോട്ട് ഞാൻ തരാം. മീൻ ടൈം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഇനി നിങ്ങൾ ഈ ഫെറോസ് ആൻഡ് നമ്പർ 2 ടെക്സ്റ്റ് ബുക്ക് നമ്പർ 2 ഫെറോസ് ആൻഡ് ടെക്സ്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ് ബൈ ഫെറോസ് ആൻഡ് ടെക്സ്റ്റ് ആണ് നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടെക്സ്റ്റ് ആണ്, അത് വായിക്കുക. പിന്നെ നമ്മുടെ വൈറ്റിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടെക്സ്റ്റ് ആണ്. മെജോറിറ്റി ടോപ്പിക്സ് ആ 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ബാക്കി ചെറിയ ചെറിയ സ്പ്രെഡ് സ്പെക്ട്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ 3ാമത്തെ ടെക്സ്റ്റ്, ഷില്ലറിന്റെ ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ മെയിൻ ടെക്സ്റ്റ് ബുക്സ്. ഈ 4 ടെക്സ്റ്റ് ബുക്സിലും സ്കാറ്റേർഡ് ആണ് നിങ്ങളുടെ ടോപ്പിക്സ്. ഓക്കെ, okay, first we can start with the introduction to data communication. We can start with the first module. First of all, we can see the introduction. So when we are communicating, we are actually sharing information. അല്ലേ, നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് it contains data. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി we are sharing those information to one person to another. ഓക്കെ, അപ്പൊ ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ദ ഡാറ്റ ഓർ ദ ഇൻഫർമേഷൻ ദാറ്റ് വി ആർ ഹാവിംഗ് നീഡ്സ് ടു ബി ഷെയർഡ് വിത്ത് സം അതർ പേഴ്സൺ. ഫോർ ദാറ്റ് പർപ്പസ് വി ആർ യൂസിംഗ് ദിസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, so when we communicate,
we are actually sharing information. That is the first point is saying. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യണം. ഇൻഫർമേഷൻസ് നമ്മളെ കയ്യിൽ വെച്ചിരിക്കുകയല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഷെയർ. ഷെയറിംഗ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഷെയറിംഗ് ക്യാൻ ബി പെർഫോംഡ് ഇൻ ലോക്കൽ ഓർ റിമോട്ട്. ഓക്കെ, ലോക്കൽ ഓർ റിമോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കലി വി ക്യാൻ ഷെയർ, അല്ലെങ്കിൽ നമുക്കൊരു റിമോട്ട് പേഴ്സൺ നമുക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. ലോക്കലി സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്, ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഫ്രണ്ടിന് വേറൊരു ഫ്രണ്ടിലേക്ക് വൈഫൈ വഴി ഏതെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് സെൻഡ് ചെയ്യണം, നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നിങ്ങൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു പാട്ട് സെൻഡ് ചെയ്യണം, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതാണ് ലോക്കൽ ഓർ റിമോട്ട്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കും സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിമോട്ടായിട്ട് വളരെ ദൂരം ആയിട്ടിരിക്കുന്ന ആൾക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാൻ പറ്റും. ലോക്കൽ കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ് ഫേസ് ടു ഫേസ്. ഓക്കെ, ലോക്കൽ കമ്മ്യൂണിക്കേഷൻസ് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഹാപ്പനിങ് ഫേസ് ടു ഫേസ്, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് തമ്മിൽ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ലോക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, റിമോട്ട് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഓവർ ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് എല്ലാവർക്കും അറിയാം. ദ വേർഡ് ഡാറ്റ, what do you mean by the data? Data എന്ന് പറഞ്ഞാൽ എന്താണ്? Data refers to the information presented in whatever form is agreed upon by the parties created and using the data. അപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫർമേഷൻ ആണ്. അത് രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യുന്ന ഫോർമാറ്റിലായിരിക്കണം അത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു MP3 സെൻഡ് ചെയ്യണം. ആ MP3 മറ്റേ ആൾക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണെങ്കിൽ മാത്രമേ അത് ഉപയോഗമുള്ളൂ. അതെങ്കിൽ മാത്രമേ അത് ഡാറ്റ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഡാറ്റ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് പറയേണ്ടത്? എപ്പോൾ നമുക്ക് പറയാൻ പറ്റും? വി ആർ ഹാവിംഗ് എൻ ഇൻഫർമേഷൻ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. ദാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് മസ്റ്റ് ബി റീഡബിൾ ടു ദ അതർ പേഴ്സൺ, അതർ പാർട്ടി, ദോസ് ടു വിച്ച് വി ആർ സെൻഡിങ് ദ ഇൻഫർമേഷൻ. ഓക്കെ, ആ അതർ പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ അയാൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണെങ്കിൽ മാത്രമേ അതിന് നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ പ്രസന്റഡ് ഇൻ വാട്ട് എവർ ഫോം അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയാം, ഈസ് എഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ് ക്രിയേറ്റിംഗ് ആൻഡ് യൂസിങ് ദ ഡാറ്റ. ഓക്കെ, അപ്പൊ ആ ഫോർമാറ്റ് ആരെ എഗ്രി ചെയ്യുന്ന? രണ്ടുപേരും എഗ്രി ചെയ്യണം. ആ സെൻഡ് ചെയ്യുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും കമ്പാറ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആർ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ടു ഡിവൈസ് ത്രൂ സം ഫോം ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം സച്ച് ആസ് വയേഴ്സ് ഓർ എനി വയർലെസ് മീഡിയം. ഓക്കെ, ഇതാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഡാറ്റയെ നമ്മൾ വേറൊരാൾക്ക് സെൻഡ് ചെയ്യുമ്പോഴാണ് അത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വാട്ട് ഡു മീൻ ബൈ ഡാറ്റ? ഇപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ദാറ്റ് മസ്റ്റ് ബി ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് കമ്പാറ്റബിൾ ടു ബോത്ത് സെൻഡർ ആൻഡ് ദ റിസീവർ. അതാണ് ഡാറ്റ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ. ഈ ഡാറ്റയെ നമ്മൾ വേറൊരാൾക്ക് സെൻഡ് ചെയ്യുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ടു ഡിവൈസസ് ത്രൂ സം ഫോം ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം. ഒരു ട്രാൻസ്മിഷൻ മീഡിയം വഴി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് അത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത്. ഇപ്പൊ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളെ കേബിള് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വയർലെസ് ആയിട്ട് നമ്മൾ മൊബൈൽ വഴി, സാറ്റലൈറ്റ് വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനെയാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. വാട്ട് യു മീൻ ബൈ ഡാറ്റ, വാട്ട് യു മീൻ ബൈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. Okay, clear? Now, components of data communication system. Okay, ഈ ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്തുള്ള മെയിൻ പാർട്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തായിരിക്കും? ഒരു സെൻഡർ ഉണ്ടാവണം, ഒരു റിസീവർ ഉണ്ടാവണം, ഒരു മെസ്സേജ് ഉണ്ടാവണം. ഓക്കെ, ആ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ടാവണം. പിന്നെ അത് തമ്മിൽ എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാവണം. ആ പ്രോട്ടോകോൾ വഴിയിട്ടാണ് അവരത്
സെൻഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതില് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ദ ഓൺലി ദ തിങ് ദാറ്റ് ഈസ് ന്യൂ ടു യു ഈസ് പ്രോട്ടോകോൾ. അത് മാത്രമേ ഞങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫിഗർ വരയ്ക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് മെസ്സേജ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മെസ്സേജ്? ഇൻഫർമേഷൻ അല്ലെ, നമ്മൾ സെൻഡ് ചെയ്യാൻ ഇൻഫർമേഷൻ ഓർ ദ ഡാറ്റ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. അപ്പൊ ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ആകാം, നമ്പേഴ്സ് ആകാം, ഇമേജസ് ആകാം, ഓഡിയോ ആകാം, വീഡിയോ ആകാം, എനി ഫോം. ഓക്കെ, അപ്പൊ ഏത് ഫോമിൽ സെൻഡ് ചെയ്യുന്നുണ്ടോ, ഇപ്പൊ വീഡിയോ ആണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ റിസീവറിനും കമ്പാറ്റബിൾ ആവണം. അയാൾക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലായിരിക്കണം അത് സെൻഡ് ആവേണ്ടത്. ഓക്കെ, അങ്ങനെയല്ല സെൻഡ് ആവുന്നില്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് അയാൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഇപ്പൊ മെസ്സേജ് എന്ന് പറഞ്ഞ ഒന്നുമല്ല, ഇൻഫർമേഷൻ ഓർ ഡാറ്റ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. അത് ടെക്സ്റ്റ് ആകാം, നമ്പർ, പിക്ചേഴ്സ്, ഓഡിയോ ഓർ വീഡിയോ, എനിത്തിങ്. നെക്സ്റ്റ് ഈസ് സെൻഡർ. അതായത് ഒന്നുമല്ല, ആരാണ് ട്രാൻസ്മിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതാണ് സെൻഡർ. ദ ഡിവൈസ് ദാറ്റ് സെൻഡ്സ് ദ ഡാറ്റ ഇസ് നോൺ ആസ് എ സെൻഡർ. അതൊരു കമ്പ്യൂട്ടർ ആകാം, ഒരു വർക്ക് സ്റ്റേഷൻ ആവാം, ഒരു ടെലിഫോൺ സെറ്റ് ആകാം, വീഡിയോ ക്യാമറ ആകാം, എന്തും ആകാം. ഓക്കെ, ഒരു മൊബൈൽ ഫോൺ ആകാം, എന്തുകൊണ്ടാകാം. ഓക്കെ, റിസീവർ, ഈ ഡാറ്റ റിസീവ് ചെയ്യുന്ന ആള്, അതാണ് റിസീവർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, വർക്ക് സ്റ്റേഷൻ, ടെലിഫോൺ ഹാൻഡ്സെറ്റ്, ടെലിവിഷൻ, സോ. ഓക്കെ, ദെൻ ട്രാൻസ്മിഷൻ മീഡിയം. ട്രാൻസ്മിഷൻ മീഡിയം ആണ് നമ്മുടെ വയേഴ്സ്. നമുക്ക് അതായത് ഏത് വഴിയാണ് നമുക്ക് ഈ മെസ്സേജ് യാത്ര ചെയ്ത് പോകുന്നത്, വിച്ച് പാത്ത് ബൈ വിച്ച് ദ മെസ്സേജ് ഈസ് ഗെറ്റിംഗ് ട്രാവൽഡ് ഫ്രം സെൻഡർ ടു റിസീവർ, ദാറ്റ് ഇസ് എ ട്രാൻസ്മിഷൻ മീഡിയം. The physical path by which a message travels from sender to receiver is known as the transmission medium. അത് നമുക്ക് പലതരം ട്രാൻസ്മിഷൻ മീഡിയംസ് ഉണ്ട്. കേബിൾസ്, ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ഉണ്ട്, കോആക്സിയൽ കേബിൾ ഉണ്ട്, ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഉണ്ട്. ഓക്കെ, റേഡിയോ, നമ്മളെ വയർലെസ് ആണെങ്കിൽ റേഡിയോ വേവ്സ് ഉണ്ട്. ഓക്കെ, നമ്മളെ കേബിൾ, നമ്മളെ ഇപ്പോഴത്തെ കേബിൾ സർവീസസ് എല്ലാം കോആക്സിയൽ കേബിൾ ആണ്. കോആക്സിയൽ കേബിൾ ആണ് നമ്മുടെ ഇന്റർനെറ്റും ബ്രോഡ്ബാൻഡ് കേബിൾ എല്ലാം കോആക്സിയൽ ആണ്. Nowadays it is getting switched over to fiber optical cable. Okay, ഇപ്പൊ എന്തോ ഗിഗാ ഫൈബർ എന്നൊക്കെ പറയുന്നത് ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിംഗ് വഴിയുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷനുകളാണ്. ഇപ്പൊ എല്ലാം OFC-ലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റേഡിയോ വേവ്സ് വേണം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. നമ്മളെ മൊബൈൽ ഫോണിലെല്ലാം വി ആർ യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴിയാണ് നമ്മളെല്ലാം ട്രാൻസ്മിഷൻ നടത്തുന്നത്. പക്ഷെ അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. ദർ ആർ മെനി ഡിസഡ്വാൻറ്റേജസ് ഫോർ ദ റേഡിയോ വേവ്സ്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? എന്താണ് ഒരു എക്സാമ്പിൾ, ഒരു ഡിസഡ്വാൻറ്റേജ് പറയാമോ ഫോർ എ റേഡിയോ വേവ്? ക്യാൻ എനിവൺ? റേഡിയോ വേവിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്? വെതറും മോശമാകുമ്പോഴത്തേക്കും കേൾക്കത്തില്ല. യെസ് യെസ്, വെതർ മോശമാകുമ്പോൾ അത് പ്രശ്നമാകും അല്ലെ? നിങ്ങള് കേബിൾ, നിങ്ങളെ DTH സർവീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളെ ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ കിട്ടില്ല. ഓക്കെ, കാരണം എന്താണ്? ഈ വാട്ടർ ഡ്രോപ്സ് ഈ വേവ്സിനെ അബ്സോർബ് ചെയ്ത് മാറ്റും. ഓക്കെ, നമ്മളെ വേവ്സ് നമ്മൾ ആകാശത്തൂടെ സ്കൈ വേവ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വാട്ടർ മോളിക്യൂൾസ് ഈ വേവ്സിനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മഴ സമയത്തും വെതർ മോശമായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സിഗ്നല് സ്ട്രെങ്ത് കുറയുന്നത്. ഓക്കെ, പലരും പറയും മഴയാണ് സാറേ, എനിക്ക് നമുക്ക് സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറയും. അതാണ് റീസൺ. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ്, ഇതുപോലെ മിസ്റ്റ്, ഈ മഞ്ഞ്, ഇതൊക്കെ നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ളതാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിഗ്നൽസിനെ അവർ അബ്സോർബ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു കാടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഒരു മരങ്ങളും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്കും സിഗ്നൽ കിട്ടത്തില്ല. അതിന്റെ റീസൺ ഇതാണ്, നമ്മളെ ഈ മരങ്ങളെല്ലാം, ഈ മരങ്ങളുടെ ചില്ലകളെല്ലാം എന്തായിരുന്നു? ഈ സിഗ്നൽസിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിഗ്നൽ കിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ വയർലെസ് റേഡിയോ വേവ്. റേഡിയോ വേവിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സിഗ്നൽ നമുക്ക് സിഗ്നൽ ഇമ്പയർമെന്റ്സ് ഉണ്ടാവും. സിഗ്നൽ നമുക്ക് ലോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ,
ഒരു റേഡിയോ വേവ് നമ്മളൊരു റിസീവറിന്റെ കൊടുത്താൽ, സെൻട്രൽ റിസീവറിന്റെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല അത് റിസീവറിന്റെ കയ്യിൽ എത്തും എന്നുള്ളത്. ഓക്കെ, അതാണ് ഒരു വയർലെസിന്റെ പ്രശ്നം. അതൊക്കെ നമ്മളിനി പഠിക്കും. നെക്സ്റ്റ് ഈസ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില റൂളുകൾ വേണം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റൂൾ എന്താണ്? ഐ ബി സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം. ഓക്കെ, ഐ ബി ഹാൻഡിലിംഗ് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സ്. ഇതാണ് നമ്മുടെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ DC എന്ന സബ്ജക്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് എക്കണോമിക്സ് പറയാൻ പറ്റില്ല. എനിക്ക് DC-യിൽ എന്തേ പറയാൻ പറ്റുള്ളൂ? എനിക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് എ റൂൾ ദാറ്റ് ഈസ് സെറ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ എന്ന് പറയുന്ന പോലെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ചില റൂൾസുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്പെസിഫൈഡ് റൂളിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. Okay, it represents an agreement between the communication devices. It is represent an agreement between communication devices. Okay. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾ വെബ് ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ www.google.com എന്ന് അടിക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു സംഭവം കണ്ടിട്ടുണ്ടോ? HTTPS എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? HTTPS എന്താണ്? അത് HTTPS. HTTP എന്താണ്? HTTP എന്താണ്? Can anyone say? പോയോ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അത് എന്തിനു യൂസ് ചെയ്യുന്നതാണ്? എന്തിനുള്ളതാണ് HTTP? അപ്പൊ അതൊരു പ്രോട്ടോകോൾ ആണ്. ആ പ്രോട്ടോകോൾ വഴിയാണ് നമ്മൾ വെബ് കണ്ടന്റ്, നമ്മൾ വെബ് ബ്രൗസറിലുള്ള കണ്ടന്റ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ മീഡിയം വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ HTTP കണ്ടന്റ് എന്ന് പറയുന്ന ആ പ്രോട്ടോകോളിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനകത്ത് വെബ് കണ്ടന്റുകൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വെബ് കണ്ടന്റുകൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോളാണ് HTTP എന്ന് പറയുന്നത്. അപ്പൊ ആ HTTP പ്രോട്ടോകോളിൽ പറഞ്ഞിട്ടുണ്ട് വെബ് കണ്ടന്റ് ഇങ്ങനെ വേണം, ഈ ഫോർമാറ്റിൽ വേണം, അതിൽ ഇത്രയും സൈസുള്ള ഇമേജ് വേണം, ഓക്കെ, വീഡിയോ ഇന്ന സൈസേ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു പ്രോട്ടോകോൾ ഉണ്ട്, SMTP എന്ന് പറയും, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതെന്തിനുള്ളതാണ്? ആ പേര് തന്നെ ഉണ്ട്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോൾ വെച്ചിട്ടാണ് നിങ്ങൾ മെയിൽ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രോട്ടോകോൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ഇത്ര ക്യാരക്ടേഴ്സേ പെർമിറ്റഡ് ആയിട്ടുള്ളൂ. നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് വിത്തിൻ 25 MB. ഓക്കെ, പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്ര ക്യാരക്ടേഴ്സ്, ഇത്ര ഫോണ്ട് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നും എടുക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾ ദാറ്റ് ഗവേൺ ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, റെപ്രസെന്റ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഓക്കെ, രണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് കീപ്പപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ? ഇതാണ് കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇനി വേറൊരു അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ആ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. മെസ്സേജ് എന്ന് പറയുന്നത് ഈസ് എ ഫോം ഓഫ് ടെക്സ്റ്റ്, നമ്പർ, പിക്ചർ, ഓഡിയോ, വീഡിയോ എന്ന് പറഞ്ഞു അല്ലേ? ഈ സാധനം ഏതൊക്കെ ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് നെക്സ്റ്റ് പറയുന്നത്. ഡാറ്റ റെപ്രസെന്റേഷൻ. ഇൻഫർമേഷൻ ടുഡേ കംസ് ഇൻ ഡിഫറെന്റ് ഫോർമാറ്റ്സ്. നമുക്കറിയാം, ടെക്സ്റ്റ് ഉണ്ട്, നമ്പേഴ്സ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ബൈനറി ട്രാൻസ്മിഷൻ വഴി നമുക്ക് ഡാറ്റ, ഡിജിറ്റൽ ഡാറ്റ ആണെങ്കിൽ നമ്മളെല്ലാം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന് കുറെ സെറ്റ് ഓഫ് കോഡ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡിജിറ്റലിൽ പഠിച്ചതാണ്.
ഓക്കെ, ആ കോഡിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? ആസ്കി എന്നൊക്കെ പറയാൻ ഓർമ്മയുണ്ടോ? ആസ്കി കോഡ്, എപ്സിഡിക്ക്, അതെല്ലാം നമ്മുടെ ടെക്സ്റ്റിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു കോഡാണ്. ആ കോഡ് വെച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് മനസ്സിലാക്കുന്നത്, അതൊരു ടെക്സ്റ്റ് ആണെന്നുള്ളത് they are identifying. Okay, so text, first is text. The text is represented as a bit pattern, a sequence of bit. Okay, so text is actually represented in a sequence of bits. This sequence of bits is known as code. ഇതിനൊരു പ്രത്യേക തരം കോഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ പല ഈ ഡിഫറെന്റ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീക്വൻസ് ഓഫ് ബിറ്റ്സ് ഉണ്ട്. ആ ഓരോ ടൈപ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ്. ഓക്കെ, ഈച്ച് സെറ്റ് ഈസ് കോൾഡ് കോഡ്. ഓക്കെ, അതിലൊരു കോഡിന്റെ എക്സാമ്പിൾ ആണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് യൂസസ് 32 ബിറ്റ് ടു റെപ്രസെന്റ് എ സിംബൽ ഓർ എ ക്യാരക്ടർ. യൂണിക്കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് 32 ബിറ്റ് വെച്ചിട്ടാണ്. 32 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സിംബലിനെയോ ക്യാരക്ടറിനെയോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എ പാറ്റേൺ ഓഫ് ബിറ്റ്സ്. ഓക്കെ, വി ആർ ഹാവിംഗ് ഡിഫറെന്റ് പാറ്റേൺ ഓഫ് ബിറ്റ്സ്. ഓക്കെ, ഈച്ച് സെറ്റ് അല്ലെങ്കിൽ ഈച്ച് പാറ്റേൺ ഓഫ് ബിറ്റ് ഈസ് കോൾഡ് വാട്ട്? കോഡ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് യൂണിക്കോഡ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഇറ്റ് ടേക്സ് 32 ബിറ്റ് ടു റെപ്രസെന്റ് ഈച്ച് ക്യാരക്ടർ ഓർ എ സിംബൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആസ്കി. ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, നമ്മളെ കീബോർഡിലെല്ലാം ആസ്കി ആണ് ചെയ്യുന്നത്. നമ്മളൊരു കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആക്ച്വലി കൺവേർട്ടഡ് ടു ആസ്കി. ഓക്കെ, ആ ആസ്കി ആണ് ഇറ്റ് ഈസ് ഗിവൺ ടു ദ കമ്പ്യൂട്ടർ. അപ്പൊ ആസ്കി എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ആണ്? ഒരു ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ എത്ര ബിറ്റ് ആണ് ആസ്കി? എനിബഡി? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആസ്കി? ആസ്കി എത്ര ബിറ്റ് ആണ് ഒരു ക്യാരക്ടർ? ആസ്കി 8 ബിറ്റ് ആണ് കേട്ടോ, അതായത് മറന്നു. ആസ്കി 8 ബിറ്റിലാണ് നമ്മൾ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടെക്സ്റ്റിന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, നമ്പേഴ്സ് നമ്മൾ ആസ്കിയിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, കോഡ് സെറ്റ് ആസ്കി ഈസ് നോട്ട് യൂസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ആസ്കിയിൽ നമുക്ക് ഉണ്ട്, ആസ്കിയിൽ നമുക്ക് നമ്പേഴ്സ് റെപ്രസെന്റേഷൻ ഉണ്ട്. ഓക്കെ, നോട്ട് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ആസ്കിയിൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഓക്കെ, ആസ്കിയിൽ റെപ്രസെന്റ് ചെയ്യാം either or we can directly convert it to binary and apply to the mathematical operations. Okay, next images. ഈ ഇമേജിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ ബിറ്റ് പാറ്റേൺ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഇമേജിനെ നമ്മൾ ആക്ച്വലി ഈസ് റെപ്രസെന്റഡ് ഇൻ എ ഫോം ഓഫ് മെട്രിക്സ് and each of this matrix cell is having പിക്സൽ. പിക്സൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പിക്സലിന്റെ സൈസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു ഇമേജിന് ചിലപ്പോൾ 1000 പിക്സൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 10,000 പിക്സൽസ് ഉണ്ടാവാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹാവിംഗ് 1000 ഡോട്ട്സ് അല്ലെങ്കിൽ 10,000 ഡോട്ട്സ്. പിക്സലിന്റെ ഇന്റൻസിറ്റി കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജിന്റെ ക്വാളിറ്റി കൂടും. ഓക്കെ, ആസ് ദ പിക്സൽ ഇന്റൻസിറ്റി ഇൻക്രീസസ് ദ ക്വാളിറ്റി ഓഫ് ദ ഇമേജ് ഓൾസോ ഇൻക്രീസസ്. നിങ്ങൾ ഒരു ഇമേജ് എടുത്തിട്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്ക്വയർ ബോക്സ് ഉണ്ടോ? ഈ കാണുന്ന പോലെ ഈ സ്ക്വയർ ഉണ്ടോ? ഈ സ്ക്വയർ ബോക്സസ് നമുക്ക് കാണും. ഓക്കെ, ഇതാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ ഒരു സാറ്റലൈറ്റ് ഇമേജ് ആണ്. ആ സാറ്റലൈറ്റ് ഇമേജിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ആ സാറ്റലൈറ്റ് ഇമേജിന്റെ ഒരു പാർട്ടാണ്. ഇതിൽ നമുക്ക് ഇത്രയും പിക്സൽസ് ആണ് വരുന്നത്, അല്ലെ? ഇത്രയും പിക്സൽസ് ആണ് വരുന്നത്. അപ്പൊ ഇതില് ഓരോ പിക്സലിന്റെയും ഉണ്ടാ ഇന്റൻസിറ്റി വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാ ഇന്റൻസിറ്റി കളർ വാല്യൂസ് ഉണ്ട്. ആ കളർ വാല്യൂസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മെട്രിക്സ്. ഇമേജസ് ആർ റെപ്രസെന്റ് ഇൻ ദ ഫോം ഓഫ് മെട്രിക്സ്. മെട്രിക്സ് ഹാവിംഗ് സ്മോൾ ഡോട്ട്സ് കോൾഡ് പിക്സൽസ്. ഇതിനെയാണ് നമ്മൾ പിക്സൽസ് എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ സൂം ചെയ്ത് നോക്കുക, ഒരു ഇമേജ് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ക്വയർ ബോക്സസ് കാണാം. ഓക്കെ, ആ സ്ക്വയർ ബോക്സസിൽ നമുക്ക് ഓരോ ഇമേജിന്റെയും അതിനകത്തുള്ള ഒരു കളർ ഇന്റൻസിറ്റി വാല്യൂ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ മാപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോ ബ്ലാക്ക് കളർ ആണെങ്കിൽ അവിടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, നമ്മുടെ വൈറ്റ് കളർ ആണെങ്കിൽ അതിന്റെ വാല്യൂ, പ്യൂർ വൈറ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. ഓക്കെ, 255 ഡെസിമൽ ആണ്. ഓക്കെ, ഇപ്പൊ ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് 0യും വൈറ്റ് ആണെങ്കിൽ 255 ആ രീതിയിലാണ് അതിന്റെ ഇന്റൻസിറ്റി വാല്യൂ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ കളറിനും ഓരോ ഇന്റൻസിറ്റി വാല്യൂ. ഇതിപ്പോ ഉണ്ടോ ലൈറ്റ് ഗ്രേ, ഫസ്റ്റ് സെല്ല് ഉണ്ടോ, ഫസ്റ്റ് പിക്സൽ ഇറ്റ് ഈസ് ലൈറ്റ് ഗ്രേ, അതിന്റെ ഇന്റൻസിറ്റി വാല്യൂ 170. ഓക്കെ, ഇത് 238, ഇത് പ്യൂർ വൈറ്റ് അല്ല. സെക്കൻഡ് സെൽ എന്ന് പറയുന്നത് 238 ആയിട്ട് റെപ്രസെന്റ്, ഈസ് നോട്ട് പ്യൂർ വൈറ്റ്. ഓക്കെ, അതുകൊണ്ട് ഇത് 238. ഇത് ബ്ലാക്കും അല്ല, ഒരു ഗ്രേ, ഡാർക്ക് ഗ്രേ, അതുകൊണ്ട് ഇറ്റ് ഈസ് 85. ഈ സെല്ല് നോക്കിക്കേ, ദിസ് ഈസ് ബ്ലാക്ക്, നോട്ട് പ്യൂർ ബ്ലാക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി വാല്യൂ 17. അങ്ങനെ ഓരോ പിക്സലിലും അതിന്റെ കറസ്പോണ്ടിങ് ഇന്റൻസിറ്റി വാല്യൂ ഇതിനകത്ത് ഈ മെട്രിക്സിനകത്ത് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. So the size of the pixel depends upon the resolution. For example, image can be divided into 1000 pixels or 10,000 pixels. Okay, അപ്പൊ ആ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പിക്സൽ. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ആൻ ഇമേജ് ഈസ് ഡിവൈഡ് ടു പിക്സൽ, ഈച്ച് പിക്സൽ ഈസ് അസൈൻഡ് എ ബിറ്റ് പാറ്റേൺ. ഓക്കെ, ഇപ്പൊ പിക്സൽ ആയിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഓരോ പിക്സലിനെയും വിൽ ബി അസൈനിങ് എ ബിറ്റ് പാറ്റേൺ. ഉണ്ടോ, ഇവിടെ നമ്മൾ ഡെസിമൽ ആണ് എടുത്തത്, അതിനെ വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു ബൈനറി. ഓരോ പിക്സലിനും വി ആർ ഹാവിംഗ് എ ഇന്റൻസിറ്റി വാല്യൂ റെപ്രസെന്റഡ് ഇൻ എ ബൈനറി വാല്യൂ. ഇവിടെ നമുക്ക് ഡെസിമൽ ആണ്, ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു ബൈനറി. ഓക്കെ, നമ്മളെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഡെസിമലായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് representing color image. Each color is made of combination of 3 primary colors: red, green, blue. Intensity of each color is measured and bit pattern is assigned to it. നമ്മൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആണ്. ഇവിടെ കളർ ഇല്ല, ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇന്റൻസിറ്റി മാപ്പിംഗ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കേട്ടോ, ഓക്കെ, കളർ ഇമേജ് ഇതേപോലെയാണ്. കളർ ഇമേജ് ആകുമ്പോഴത്തേക്കും ഓരോ കളറിനും ഓരോ ഇന്റൻസിറ്റി വാല്യൂസ്, നമുക്ക് ബൈനറി വാല്യൂസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പൊ മിക്സിംഗ് ഓഫ് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സർട്ടൺ ബിറ്റ്സ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് സർട്ടൺ ബിറ്റ് വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ആ കറസ്പോണ്ടിങ് മിക്സ്ഡ് കളേഴ്സിന്റെ ഇന്റൻസിറ്റി വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിൽ, മോണിറ്ററിലൊക്കെ നമുക്ക് എന്താണ് ഡിജിറ്റൽ ആയിട്ട് ഇൻഫർമേഷൻസ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഇന്റൻസിറ്റി വാല്യൂ ചെക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് റെപ്രസെന്റിങ് കളർ ഇമേജസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതാണ് ഇമേജസ്. നെക്സ്റ്റ് ഈസ് ഓഡിയോ. ഓഡിയോ എങ്ങനെയാണ്? ഓഡിയോ ഈസ് ആക്ച്വലി ഓഡിയോ സിഗ്നൽ, നമ്മൾ മൈക്കിൽ സംസാരിക്കുന്ന ഓഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് ഈസ് ആൻ ആനലോഗ് സിഗ്നൽ. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാം ആനലോഗ് സിഗ്നൽ ആണ്. അത് നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് നമുക്ക് എങ്ങനെ കിട്ടുന്നു, അത് വളരെ വളരെ വലിയൊരു ടാസ്ക് ആണ്. ബിക്കോസ് വി ആർ ഹാവിങ് ദ ഡിജിറ്റൽ, നമ്മളെ പഴയ കാസറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ, പഴയ കാസറ്റ് ടേപ്പ് റെക്കോർഡർ ഒക്കെ ഉള്ള ഗ്രാമഫോണിലൊക്കെ ഉള്ള ആ സംഭവം, നമ്മളെ പഴയ കാസറ്റ് മാഗ്നറ്റിക് ടേപ്പ്, അതിനകത്ത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരുന്നത് ഇൻ ദ ഫോം ഓഫ് ആനലോഗ് ആണ്. ആനലോഗ് ഇൻഫർമേഷൻ ആണ് സ്റ്റോർ ചെയ്തിരുന്നത്. പിന്നീട് അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് they have started storing the information in digital, in കമ്പ്യൂട്ടേഴ്സിൽ അതിനെ ഡിജിറ്റൽ ഫോമിലോട്ട് മാറ്റി. ഓക്കെ, അപ്പൊ അതിന് അവിടെ നമുക്കൊരു കൺവേർഷൻ വേണം. അപ്പൊ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓഡിയോ റെഫേഴ്സ് ടു ദ റെക്കോർഡിംഗ് ഓർ ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് സൗണ്ട് ഓർ മ്യൂസിക്. ഓഡിയോ ഈസ് ബൈ നേച്ചർ ഡിഫറെന്റ് ഫ്രം ദ ടെക്സ്റ്റ്, നമ്പർ ഓർ ഇമേജസ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് സിഗ്നൽ. ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് പോലെയോ നമ്പർ പോലെയോ ഇമേജസ് പോലെയോ അല്ല, അത് ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ആണ്. കണ്ടോ, ഇതുപോലെ ഒരു കണ്ടിന്യൂസ് വേവ് ആണ് ഓഡിയോ എന്ന് പറയുന്നത്. നമ്മളെ മൈക്കിൽ കൂടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇസ് എ കണ്ടിന്യൂസ് വേവ് ആണ്. ഓക്കെ,
അപ്പൊ ആ കണ്ടിന്യൂസ് വേവില് വേവ് ആയിട്ടുള്ള സിഗ്നലിന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു എന്താണ് ഇൻടു ഡിജിറ്റൽ ഫോം. അതൊന്ന് ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രം എടുക്കണം. ഓക്കെ, നമ്മൾ ഡിജിറ്റലിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? നമുക്ക് കണ്ടിന്യൂസ് വാല്യൂസും ഡിസ്ക്രീറ്റ് വാല്യൂസും. അപ്പൊ ആ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ കണ്ടിന്യൂസ് വാല്യൂ എന്ന് വിൽ ബി ടാപ്പിംഗ് ഓൺലി ദ ഡിസ്ക്രീറ്റ് വാല്യൂസ്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ ഡിജിറ്റൽ, അതൊരു ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്ത സാധനങ്ങളാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള MP3 ഫോർമാറ്റ്. MP3 ഫോർമാറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വേവ് ഫോർമാറ്റ്, WAV എന്ന് പറയുന്ന ഫോർമാറ്റ് അല്ല, ഡിജിറ്റലി കൺവേർട്ടഡ് ഫോമുകളാണ്. ഓക്കെ, അതിൽ നമുക്ക് ഏത് രീതിയിൽ വേണോ മോഡിഫൈ ചെയ്യാം, എഡിറ്റ് ചെയ്യാം, നമുക്ക് പല കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാം. ആനലോഗ് സിഗ്നൽ അങ്ങനെയല്ല. ആനലോഗ് സിഗ്നൽ നമ്മൾ കോപ്പി ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഓരോ കോപ്പി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. പക്ഷെ ഡിജിറ്റൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒരേ ക്വാളിറ്റിയിലുള്ള പല സാധനങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, റെപ്ലിക്ക നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിജിറ്റലിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഈ ഫിഗർ നോക്ക്. ദിസ് ഈസ് ദ ഓഡിയോ സിഗ്നൽ, ഈസ് കണ്ടിന്യൂസ് സിഗ്നൽ, നോട്ട് ഡിസ്ക്രീറ്റ്. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കും യൂസിങ് A to D കൺവേർട്ടർ, ദാറ്റ് ഈസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തതാണ് ഈ ഇമേജ്, സെക്കൻഡ് ഇമേജ്, ഫിഗർ 2. നൗ ദ ഫിഗർ 2 നമുക്ക് ഇനിയിപ്പോൾ ഈ കമ്പ്യൂട്ടറിലുള്ളതിനെ വീണ്ടും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. നമുക്ക് സ്പീക്കർ വഴി ഇതിനെ വീണ്ടും ഔട്ട് ചെയ്യണം. സ്പീക്കർ വഴി വീണ്ടും ഔട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അഗെയിൻ കൺവേർട്ട് ദിസ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ടു ആനലോഗ്. ഓക്കെ, ഇതിനെ വീണ്ടും നമ്മൾ തിരിച്ച് ആനലോഗിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സ്പീക്കറിലോട്ടെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറയുന്ന സ്പീക്കേഴ്സ്, നമ്മൾ ഓഡിയോ ഡിവൈസസ് എല്ലാം ആക്ച്വലി വർക്കിംഗ് ഇൻ എ ആനലോഗ് പ്ലാറ്റ്ഫോം, നോട്ട് ഡിജിറ്റൽ. ബട്ട് ദ പ്രോസസിംഗ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഡിജിറ്റൽ ഫോം ഇൻ ദ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് കാണുന്നത് കേട്ടോ. സൗണ്ട് വേവ്സ് മൈക്രോഫോണിൽ കൂടെ സൗണ്ട് വേവ്സ് വരുന്നു കണ്ടോ. അത് എന്താണ്? ആ ഗ്രീൻ കളറിൽ കാണുന്നുണ്ടോ? ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഏത്? അത് നമ്മുടെ വോൾട്ടേജ് സിഗ്നൽസ് ആണ്, നമ്മുടെ സൗണ്ട് വേവ്സ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് വേവ്സ് ആണ്. ഈ കണ്ടിന്യൂസ് വേവ്സിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടെ എന്ത് ചെയ്യുന്നു? ADC. വാട്ട് ഈസ് ADC? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വഴി വിൽ ബി കൺവേർട്ടിംഗ് ദിസ് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ. ഉണ്ടോ? ഡിജിറ്റൽ ആക്കി. ക്ലിയർ? ഇനി ഈ ഡിജിറ്റലിന് നമുക്ക് സ്പീക്കറിൽ കൂടെ കൊടുക്കണമെങ്കിൽ ഇതിന് വേണ്ട തിരിച്ച് വേറൊരു കൺവേർട്ടർ ഉണ്ട്, DAC എന്ന് പറയും, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? അതുവഴി നമ്മൾ വീണ്ടും അനലോഗ് ആക്കിയിട്ടാണ് നമ്മൾ സ്പീക്കർ വഴി പോകുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കുക, നമ്മുടെ മൈക്ക്, നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്ന ഡിവൈസസ് എല്ലാം അനലോഗ് ഡിവൈസസ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ അത് അനലോഗ് ഡിവൈസ്, മൈക്ക് എന്ന് പറയുന്ന ഡിവൈസ് വിൽ അക്സെപ്റ്റ് ഓൺലി analog signals. At the same time, the speaker will accept only analog signals. Okay, so computer will accept only digital signal. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ADCയും DACയും വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് ആണ് നമ്മുടെ സൗണ്ട് കാർഡ് എന്നും പറഞ്ഞ് കമ്പ്യൂട്ടറിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ ഒരു ജാക്ക് ഫിറ്റ് ചെയ്ത്, ജാക്ക് നിങ്ങൾ എടുത്ത് വെക്കത്തില്ലേ? ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടില്, ആ പോർട്ടലിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന. അപ്പൊ ആ പോർട്ട് എന്താണ്? ആ പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ കൺവേർട്ടർ ഇരിക്കുന്ന പോർട്ടാണ്. ഓക്കെ, ഇതിന്റെ സൗണ്ട് കാർഡാണത്. ഈ സൗണ്ട് കാർഡിൽ അപ്പൊ നിങ്ങൾ ഒരു ജാക്ക് അതിനകത്ത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും, നിങ്ങളുടെ 3.5mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും that is getting connected to this digital this audio card. അപ്പോൾ ഓഡിയോ കാർഡിൽ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സംസാരിക്കുന്നത് will be converted to digital and stored in the computer. ഓക്കെ, ഇനി നിങ്ങൾ റെക്കോർഡ് ചെയ്ത സാധനം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും that thing is again converted back to analog and it is given to the headphone. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഓഡിയോ സിഗ്നലിൽ സംഭവിക്കുന്നത്. Okay, but unlike the other message contents like text, images, numbers, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ എന്ന് പറയുന്നത് it is not a discrete signal, it is continuous signal. ഓഡിയോ എന്ന് പറയുന്നത് it is continuous signal. Okay,
അപ്പൊ ഇതാണ് നമുക്ക് ഓഡിയോ, അതാണ് നമുക്ക് അടുത്ത ഓഡിയോ എന്ന് പറയുന്ന വേറൊരു മെസ്സേജ് ടൈപ്പ് എന്ന് പറയുന്നത്, ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. വീഡിയോ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, ഇതേപോലെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്താണ് എടുക്കുന്നത്. വീഡിയോ ക്യാൻ ബി, വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി വീഡിയോ ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി ദ കണ്ടിന്യൂസ് കോമ്പിനേഷൻ ഓഫ് ഇമേജസ്. അത് നമ്മൾ ഇമേജസിനെ നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ നമ്മൾ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു ക്യാമറയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത് ആക്ച്വലി എത്രയോ ഫ്രെയിം പെർ സെക്കൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജ് ആണ്, ഫോട്ടോയാണ്. ആ ഫോട്ടോന് ഇത്രയും ഫ്രെയിം പെർ സെക്കൻഡിൽ അടുക്കി വെച്ചിട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ആക്ടിങ് എസ് എ വീഡിയോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ വീഡിയോ, അത് ആക്ച്വലി ഒരു ഫോട്ടോയാണ് നിങ്ങൾ എടുക്കുന്നത്. ആ ഫോട്ടോനെ എത്രയോ ഫ്രെയിം പെർ സെക്കൻഡിൽ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനെ ഒരു വീഡിയോ ആക്കി നമ്മൾ കാണണം. ഓക്കെ, നമ്മളെ കണ്ണിന്റെ ഇല്യൂഷൻ കാരണം നമ്മൾ അതിന് വീഡിയോ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്, പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് എ ഫോട്ടോ. അങ്ങനെയാണ് സംഭവം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. വീഡിയോ ക്യാൻ എയ്തർ ബി പ്രൊഡ്യൂസ് ആസ് എ കണ്ടിന്യൂസ് എൻറ്റിറ്റി ഓർ ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ഇമേജസ്, ഈച്ച് എ ഡിസ്ക്രീറ്റ് എൻറ്റിറ്റി അറേഞ്ച് ടു കൺവേ ദ ഐഡിയ ഓഫ് എ മോഷൻ. ഓക്കെ, അപ്പൊ ഈ ഇമേജിന്റെ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇമേജസ് നമ്മൾ എത്രയും ഫ്രെയിം പെർ സെക്കൻഡിൽ അടുക്കി വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും, നമ്മൾ അതിനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ആക്ടിങ് എസ് എ ഇമേജ്. ഓക്കെ, അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ക്ലിയർ? ഇതാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതൊക്കെയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ബാക്കി നമുക്ക് ഇതിപ്പോ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ്. അപ്പൊ നാളെ തൊട്ട് നമുക്ക് ഇതിന്റെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ ഇത്രയും ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നോക്കിയിട്ട് വരിക. ഇതിന്റെ റെക്കോർഡിങ്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഇതില് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ എന്താണ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ പഠിക്കുക, പിന്നെ കമ്പോണൻസ് പഠിക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ ഡാറ്റ റെപ്രസെന്റേഷൻ. ഓക്കെ, അത് ചിലപ്പോൾ ഇമേജസിന്റെ ഒക്കെ എങ്ങനെയാണെന്നുള്ള ചോദിക്കും. ഹൗ ഇമേജ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഈ പിക്സലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുക. Okay, clear? So this is the introduction part of data communication. സംഭവം എളുപ്പമാണ്, തിയറി ആണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്യാൻ തരാം. അത് മീൻ ടൈം നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇതിന്റെ സോഫ്റ്റ് കോപ്പി ടെക്സ്റ്റ് ഉണ്ട്, അത് ഞാൻ മെയിൽ ചെയ്ത് തരാം. അതും കൂടെ നിങ്ങൾ ഒന്നിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫീസ് പെൻഡിങ് ആയിട്ടുള്ള ഒരു ഫീസ് അടയ്ക്കുക. ബാക്കി നമുക്ക് മാക്സിമം ഫീസ് ചെറിയ എമൗണ്ടൊക്കെ അടച്ചെങ്കിൽ അവർക്ക് അറ്റൻഡൻസ് ഒക്കെ അവർക്ക് പോവാതെ നോക്കാമായിരുന്നു. അതാണ് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ സെമസ്റ്റർ നമുക്കൊരു ഡിസൈൻ പ്രോജക്റ്റ് ഉണ്ട്. ആ ഡിസൈൻ പ്രോജക്റ്റില് നമുക്ക് ചില ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ചില നിങ്ങളുടെ ഐഡിയ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഐഡിയാസ് നിങ്ങൾ വിശാഖരി മിസ് പറഞ്ഞു തരും. ഏതെങ്കിലും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതാണ് ഈ ഡിസൈൻ പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെൽക്കമിങ് ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ ചെറിയൊരു പ്രോട്ടോടൈപ്പോ ആയിട്ടോ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാം. അതാണ് ഡിസൈൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഫൈനൽ പ്രസന്റേഷൻ വരുമ്പോഴത്തേക്കും അതിന്റെ ആ പ്രോട്ടോടൈപ്പ് നിങ്ങൾ അത് പ്രസന്റ് ചെയ്യണം. ഓക്കെ, വിത്ത് സ്ലൈഡൊക്കെ വെച്ച് നിങ്ങൾ അത് പ്രസന്റ് ചെയ്യണം.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രൂപ്പ് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഗ്രൂപ്പ് വിശാഖ മിസ് ഞാനും കൂടെ ഇരുന്നിട്ട് ഗ്രൂപ്പ് ഫൈനലൈസ് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇതിന്റെ നോട്ട്സും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ?